ഋഷേട്ടാ, ഇതൊക്കെ ഇപ്പൊ തന്നെ ഒപ്പിട്ട് കൊടുക്കേണ്ട ഫയലുകളാണ്. കുറച്ച് കഴിഞ്ഞ് ക്ലയന്റ് മീറ്റിംഗ് ഉണ്ട്. അതിനുള്ള പേപ്പേഴ്സാ ഇത്. മീറ്റിങ്ങിന് മുൻപ് ഒപ്പിട്ട് കിട്ടണം. നമ്മുടെ പ്രോജക്റ്റിന്റെ ഫയൽസാ ഇത്. ഏട്ടൻ ഇതൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നോ? നീ ഇറങ്ങുതാ, ഞാൻ ഒപ്പിട്ട് തരാം. ഗോപു, ഒന്ന് ഹോൾഡ് ചെയ്യ്. ഗോപു, ഇനി പറ, എന്താ വേണ്ടേ? അത് നമുക്കിന്ന് ഒരുമിച്ച് പുറത്തു പോയി ഡിന്നർ കഴിച്ചാലോ? ഓ, അതിനെന്താ, ആവാലോ. ഐ അഗ്രി. താങ്ക് യു ഋഷി. അപ്പൊ നിന്റെ പിണക്കം മാറിയോ? മേ ഐ കം ഇൻ മാഡം? യെസ്. ഇത് സാറിനുള്ള ജ്യൂസാണ്. അതിങ്ങ് തന്നേക്കും. പൊക്കോളൂ. കുട്ടാ, എന്താ മലാകെ? ജ്യൂസ് കുടിക്ക്. എന്ത് ജ്യൂസാ? ഇത് ബീട്രൂട്ട് ജ്യൂസാ. എനിക്ക് വേണ്ട. അതെന്താ വേണ്ടത്തെ? ഇതിന് രുചി ഉണ്ടാവില്ല, അതുകൊണ്ട് എനിക്ക് വേണ്ട. രുചിയില്ലെങ്കിലും നല്ല ഗുണമുള്ള ജ്യൂസാ ഇത്. കുടിച്ചേ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇത് കഴിക്കൂ കുട്ടാ. എനിക്ക് വേണ്ട മലക. കുട്ടാ, കുട്ടിന് വേണ്ടി തയ്യാറാക്കിയ ജ്യൂസാ ഇത്. കുട്ടൻ ഇത് കുടിച്ചേ തീരൂ. എനിക്ക് വേണ്ട വേണ്ട വേണ്ട, എനിക്കിത് ഇഷ്ടല്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? പറയുന്ന കേൾക്കൂ കുട്ടാ. എനിക്ക് വേണ്ട. ഹായ്, എന്തോരും പേനയാ ഇത്? ചേച്ചിയുടെ മൊബൈലാ? ഹലോ ഹലോ, ഇതെന്താ കോള് പോവാത്തെ? പൊട്ട ഫോൺ. ഹായ് സർ, സർ ആ ഫയൽ എടുക്കരുത്. നല്ല കളറ്. എനിക്ക് important പടം file വരയ്ക്കണം. സർ, അത് പടം സർ. വരയ്ക്കണം. സർ, സർ, അത് നോക്കട്ടെ, എടുക്കില്ല. പടം വരച്ചിട്ട് തരാം. സർ, നോക്കട്ടെ. സർ, സർ പോലെ സർ, സർ, സർ അത് എടുക്കില്ല. തരില്ല, സർ, അത് തരില്ല, എനിക്ക് വേണം. സർ, അത് ഇമ്പോർട്ടന്റ് ഫയലാണ് സർ. മാറിപ്പോ. എന്താ എന്താ പ്രശ്നം? മാഡം, സാറിന്റെ ഇരിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ഫയലാണ്, അതൊന്ന് തരാൻ പറയണം മാഡം. കുട്ടാ, ആ ഫയലും കൊടുത്തേ. ഇല്ല, ഞാനത് കൊടുക്കില്ല. കുട്ടാ, ആ ഫയലും കൊടുക്കാനാ പറഞ്ഞേ. ഇല്ല, ഞാൻ കൊടുക്കില്ല. എനിക്കിത് വേണം. എനിക്ക് പടം വരയ്ക്കാനുള്ളതാ. കുട്ടാ, അത് ഇതാണ്. കൊടുക്ക്. ഇല്ല, ഞാൻ കൊടുക്കില്ല. കുട്ടാ, അതും കൊടുക്ക്. കുട്ടാ, ഫയൽ കൊടുക്ക്. ഞാൻ പറയുന്ന കേക്ക്. നല്ല കുട്ടിയല്ലേ? ആ ഫയൽ കൊടുക്ക്. ദേവികേശി, എന്താ ചേച്ചി, എന്താ ഇവിടെ ഒരു ബഹളം? ഒന്നുമില്ല. കുട്ടനൊരു ഫയൽ എടുത്ത് വെച്ചിരിക്കുക. അത് തിരികെ വാങ്ങാനുള്ള ശ്രമമായി കാണുന്നേ. അബി, ഞാൻ ഈ ഫയൽ കൊടുക്കില്ല കേട്ടോ. എനിക്ക് ഫയൽ വേണം. എനിക്ക് അത് പടം വരയ്ക്കാനുള്ളതാ. ഇനി ആരും ഇത് ചോദിക്കാൻ പാടില്ല. ഇതാരും ചോദിക്കാൻ പാടില്ലെന്ന് പറയാ അബി. എന്താ അബി, എന്താ കാര്യം? ചേച്ചി, ഇത് പുതിയ പ്രോജക്റ്റിന്റെ ഡോക്യുമെന്റ്സാ. ചേച്ചി ഇതിലൊന്ന് സൈൻ ചെയ്യണം. ഋഷേട്ടൻ സൈൻ ചെയ്ത് കഴിഞ്ഞു. അബി, ആ ഫയൽ അവിടെ വെച്ചിട്ട് പോയിക്കോളൂ. ഞാനത് വായിച്ചതിന് ശേഷം ഒപ്പിടാം. ഈ ഫയലിങ് തന്നെ. എനിക്കിത് വേണം. തരാനാ പറഞ്ഞത്. തരില്ല, എനിക്ക് പടം വരയ്ക്കാൻ വേണം. എന്താ കുട്ടാ ഇത്? ചേച്ചി, ചേച്ചി ഇതിൽ ഇപ്പൊ തന്നെ ഒപ്പിട്ട് തരണം. അത്രയ്ക്ക് അർജന്റായ ഫയലാ. ക്ലയൻസ് ഇതിനു വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തിരിക്കുക. അല്ല, കൂടുതൽ വായിച്ചു നോക്കാനൊന്നുമില്ല. ഇത് വെറും ഡോക്യുമെന്റേഷനുകൾ മാത്രമാ. ചേച്ചി ഒന്ന് ഒപ്പിട്ടെന്നാൽ മാത്രം മതി. ശരി.
റെഡി സാർ ജയ് അയ്യോ അയ്യോ ആ, അയ്യോ അയ്യോ എന്താ കുട്ടാ എന്തായി കാണിച്ചേ ഈ ഫയല് മുഴുവൻ നാശമായില്ലേ? കുട്ടന്റെ അശ്രദ്ധ കാരണല്ലേ ഇത് സംഭവിച്ചത്? ഇത് കുട്ടന്റെ തെറ്റാണ്. തെറ്റ് ചെയ്തിട്ട് സോറി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഈ നാശമായ ഫയലിനി എന്ത് ചെയ്യും? അതൊന്നും സാരമില്ല ചേച്ചി, സംഭവിച്ചു പോയില്ലേ. ഇനി സിദ്ധുവേട്ടനെ വഴക്ക് പറഞ്ഞിട്ട് എന്താ കാര്യം? ഐ എം സോറി. ഇറ്റ്സ് ഓക്കെ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ആ ഇനിയിപ്പോ ഈ ഡോക്യുമെന്റ്സ് എന്തായാലും ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പുതിയത് തയ്യാറാക്കി വരാം. ചേച്ചി വിഷമിക്കണ്ട. അബി സോറി അബി. കുഴപ്പമില്ല സിദ്ധുവേട്ടാ, ഇനി ഇതുപോലൊന്നും ഉണ്ടാവാതെ ശ്രദ്ധിച്ചാൽ മതി. ചേച്ചി മലകെ സോറി. ചേടാ അവനെന്താ വൈകുന്നേ? ആ ഹരിയേട്ട അവൻ വരാനുള്ള സമയം ആകുന്നല്ലേ ഉള്ളൂ. അവൻ വരും. അവനെ കണ്ടാൽ എനിക്ക് സമാധാനാവും. ഓ അവനാ ഡോക്യുമെന്റ് ഒപ്പിട്ട് വാങ്ങിയിട്ടുണ്ടാവുമെന്തോ. ഒപ്പിടിച്ച് വാങ്ങിച്ചു കാണും. എന്ത് വന്നാലും ഒപ്പിട്ട് വാങ്ങുമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടല്ലേ അവൻ പോയിരിക്കുന്നത്. നമുക്ക് നോക്കാം ഹരിയേട്ട. മോനെ എന്താടാ സംഗതി ഓക്കെയോ? ഋഷിയേട്ടൻ്റെ ഒപ്പ് ഞാൻ ഒരുവിധം ഒപ്പിച്ചെടുത്തതാ. പക്ഷേ എന്തു പറ്റി? ഋഷിയേട്ടൻ്റെ ഒപ്പ് വാങ്ങിച്ച ശേഷം ഞാൻ ദേവികച്ചിയുടെ ഒപ്പ് വാങ്ങാൻ ശ്രമിക്കുകയായിരുന്നു. അന്നേരം സിദ്ധുവേട്ടൻ അവിടെ വന്ന് ജ്യൂസ് തട്ടിയിട്ട് ഡോക്യുമെന്റ്സ് സകലതും നശിപ്പിച്ചു. ഇനി ആ ഡോക്യുമെന്റ്സ് ഉപയോഗിക്കാൻ പറ്റില്ല. നശിപ്പിച്ചല്ലോ, എല്ലാം നശിപ്പിച്ചല്ലോ. നീ ഒപ്പം വാങ്ങി വരുന്ന പ്രതീക്ഷയില ഞാൻ നിന്റെ അമ്മയോട് കാത്തിരിക്കുന്നേ. എല്ലാം തൊലഞ്ഞു പോയില്ലടാ. സിദ്ധുവേട്ടൻ വന്നത് നശിപ്പിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലല്ലോ. ഇനിയിപ്പൊ അത് പറഞ്ഞിട്ട് എന്താ കാര്യം? വാതിക കൊണ്ടുവന്ന് കൊടോട്ട് ഉടച്ചതുപോലെ ആയില്ലേ? നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാടാ? ഒരു നിസ്സാര ജോലിയല്ലേ ഞങ്ങൾ നിന്നെ ഏൽപ്പിച്ചത്. അതുപോലെ നിനക്ക് ശരിക്ക് ചെയ്യാൻ സാധിച്ചില്ലെന്ന് വെച്ചാ കഷ്ടം തന്നെടാ. കുറെ ദിവസം തല പുകച്ച് കഷ്ടപ്പെട്ട് ഞാൻ തയ്യാറാക്കിയ ഡോക്യുമെന്റ്സ് ആയിരുന്നു അത്. അതാണ് നീ കൊണ്ടുപോയി തൊലച്ചത്. അച്ഛാ, സംഭവിച്ചു പോയി. ഇത്തവണത്തേക്ക് എന്നോടൊന്ന് ക്ഷമിക്കേ. അടുത്ത തവണ എല്ലാവരുടെയും ഒപ്പ് കൃത്യമായിട്ട് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരാം. ഓ, എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. അച്ഛാ, അടുത്ത തവണ ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചോളാം. ഹരിയേട്ടാ, നമുക്ക് ഒരിക്കൽ കൂടി ശ്രമിക്കാം. ഓ പോട്ടടാ, നീ വിഷമിക്കൊന്നും വേണ്ട. ഇതുപോലുള്ള പരാജയങ്ങൾ ഞങ്ങൾക്കും പലവട്ടം സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഇവളും കൂടി പലതും പ്ലാൻ ചെയ്തിട്ടും അവസാന നിമിഷത്തിൽ അത് പൊളിഞ്ഞു പോകും. അങ്ങനെ ഞങ്ങൾ പലയിടത്തും തോറ്റുപോയതുകൊണ്ട് ദേവി ഇപ്പൊ ഇവിടെ റാണിയെ പോലെ കഴിയുന്നത്. സാരല്ലടാ, നമുക്ക് വീണ്ടും ശ്രമം തുടരാം.
ഓക്കെ ഓക്കെ, ഞാൻ നോക്കിയിട്ട് ഇപ്പം തന്നെ മെയിലിലേക്ക് ഇട്ടേക്കാം. ഓക്കെ ഓക്കെ. ഋഷിയുടെ ഈയിടെയായിട്ടുള്ള തിരക്കുകൾ കണ്ടപ്പോ ഇന്നിങ്ങനെ ഇവിടെ വന്ന് നമുക്ക് രണ്ടുപേർക്കും കൂടി ഇത്തിരി നേരം ഇരിക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതിയതേയില്ല. രാവിലെ വിളിച്ച് ഞാനിത് പറയുമ്പോ ഋഷി നോ പറയുന്ന ഞാൻ കരുതിയത്. നോ എങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ എന്റെ തനി സ്വഭാവം ഋഷി കണ്ടേന്. ഏതായാലും ഋഷി എന്റെ ആഗ്രഹം സാധിച്ചു തന്നല്ലോ. എനിക്ക് നല്ല സന്തോഷായി. ഐ ലവ് യു. സർ ഓർഡർ പ്ലീസ്. ഗോപിക എന്താ വെച്ചാൽ നീ ഓർഡർ ചെയ്തോ. ഋഷിക്ക് എന്താ വേണ്ടേ? ഗോപിക പറഞ്ഞോ? അപ്പൊ ആദ്യം സൂപ്പ് പറഞ്ഞാലോ? പിന്നെന്താ വേണ്ടേ? നീ പറഞ്ഞോ? എന്നാ ഫ്രൈഡ് റൈസ് ആയാലോ? അതോ ചിക്കൻ ബിരിയാണി വേണോ? ചിക്കൻ ബിരിയാണി. ഋഷി, എന്നോടൊപ്പം പുറത്തു വന്ന് ഋഷിക്ക് ഇഷ്ടമായില്ലേ? ഗോപു, നീ എന്താ അങ്ങനെ പറഞ്ഞ? ഞാൻ ഇവിടെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഋഷി അപ്പോഴേക്കത് മൂളി മൂളി കേട്ടോണ്ടിരിക്കുന്ന അല്ലാതെ മറുപടി പറയുന്നില്ലല്ലോ. ഞാൻ എന്താ റേഡിയോ ആണോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ? ഗോപു, ഋഷിക്ക് എന്നെ കൊണ്ട് പുറത്തു വരുന്നതിൽ താല്പര്യമില്ലായിരുന്നെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. ഇവിടെ വന്ന് ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യണമായിരുന്നോ? ഗോപു, അത്യാവശ്യമായിട്ട് നയിക്കേണ്ട ഒരു മെയിലാ, അതിപ്പോ കഴിയും. എപ്പ നോക്കിയാലും ഓഫീസ് ജോലിയും മെയില്. എന്നെ ശ്രദ്ധിക്കാൻ ഋഷിക്ക് തീരെ സമയമില്ല. വേണ്ട, എന്നെ ആരും ശ്രദ്ധിക്കണ്ട, ഞാൻ പോവാം. ഗോപു, ഗോപു, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഗോപു, നിക്ക്. ഗോപു, ഗോപു, നിങ്ങൾ വന്നോ? എങ്ങനെയുണ്ടായിരുന്നു ഔട്ടിംഗ്? മോളെ, ഗോപു ഒന്ന് പറഞ്ഞിട്ട് പോ. ഋഷി എന്താ എന്തു പറ്റി? ഇവളെന്താ ഒന്നും മിണ്ടാതെ പടിയേറി പോയത്? ഒന്നും പറയണ്ട ചേച്ചി. ചേച്ചിക്ക് അറിയാലോ, ഞാൻ എപ്പോഴും അടുത്ത് തന്നെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ആളാ ഗോപിക. അവൾ അങ്ങനെ ഒരു സ്വഭാവക്കാരിയാ. അതവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഋഷി എപ്പോഴും അവളെ പാമ്പർ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതാണ് ഇന്ന് ഞാൻ ഓഫീസിലിരിക്കുമ്പോൾ ഗോപിക വിളിച്ച് അതേക്കുറിച്ച് കുറേ പരിഭവിച്ചു. ഇന്ന് തന്നെ ഔട്ടിങ്ങിന് പോകണമെന്ന് അവൾ വാശി പിടിച്ചു. സമയമില്ലെങ്കിലും ഞാൻ അതിന് സമ്മതിച്ചു. പക്ഷേ പുറത്തു പോയിട്ടും എനിക്ക് അവളുടെ കാര്യമായിട്ടൊന്നും മിണ്ടാൻ സാധിച്ചില്ല. അവിടെയും ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓ, അതേതായാലും മോശമായി പോയി. ആ, തെറ്റ് എൻ്റെ ഭാഗത്ത് തന്നെയാണ് ചേച്ചി. ഋഷി വിഷമിക്കണ്ട. ഗോപിയോട് ഞാനും സംസാരിക്കട്ടെ. കുട്ടാ, കുട്ടൻ ഇവിടെ ഇരിക്കേ, ഞാനിപ്പോ വരാം. എന്താ പറ്റിയേ? ഋഷിയുടെ മലയ്ക്ക് എന്താ പറ്റിയേ? അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം കേട്ടോ. ഇവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കണേ. ഗോപു, ചേച്ചി പിന്നോടൊന്നും സംസാരിക്കരുത്. ഗോപു, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. കേൾക്കണം.
ചേച്ചി ഋഷിയുമായിട്ട് സംസാരിച്ചിട്ടുണ്ടാവും. അവന്റെ വക്കാലത്തുമായിട്ടായിരിക്കും ചേച്ചി ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അല്ലേ? മോളെ ഋഷി വേണ്ട, ചേച്ചി ഋഷിയുടെ സൈഡിൽ നിന്ന് എന്നോട് സംസാരിക്കരുത്. എന്നോടിപ്പോ ഋഷിക്ക് യാതൊരു താല്പര്യവും ഇല്ല. അവനിപ്പോ എന്നോട് ആ പഴയ സ്നേഹവും പ്രേമവും ഒരു മാങ്ങാത്തൊലിയും ഇല്ല. എന്നോട് ഒരല്പനേരം ഒന്ന് സംസാരിച്ചിരിക്കാൻ പോലും അവന് മനസ്സില്ല. ഇപ്പോഴും ഓഫീസിനെ കുറിച്ചും ജോലിയെ കുറിച്ചും ചിന്തിച്ചുകൊണ്ടിരിക്കാം. ഇത്തിരി നേരം ഋഷി ഒന്ന് തനിച്ച് കിട്ടുമല്ലോ എന്ന് കരുതിയാ ഞാൻ ആളോടൊപ്പം പുറത്തു പോയത്. അവിടെ ചെന്നപ്പോഴും മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കാം. ഗോപു, കാര്യങ്ങൾ നീ കരുതുന്ന പോലെയൊന്നും അല്ല. നമുക്ക് ചുറ്റിനും പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇവിടെ നമ്മളെയും സിദ്ധുവിനെയും അപായപ്പെടുത്താൻ ആരോ ശ്രമിക്കുന്നുണ്ട്. ഓഫീസിൽ നടന്ന കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞോ? അല്ല, അവിടെ എന്താ നടന്നത്? അത് ഇതൊന്നും നമ്മളെപ്പോലുള്ളവരുടെ സാധാരണ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളല്ല. ഒരു ത്രില്ലർ സിനിമ കാണുന്ന പോലെയാ ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. ഇത്രയൊക്കെ പ്രശ്നങ്ങള് ചേച്ചി ഫേസ് ചെയ്യുന്നുണ്ടോ? ഇതൊക്കെ ഓവർകം ചെയ്യാനായിട്ട് എന്നെ സഹായിച്ചത് ഋഷിയാണ്. അതുകൊണ്ടാണ് ഋഷി ഈയിടെയായിട്ട് പതിവില്ലാത്ത വിധം തിരക്കിലായി പോയത്. നിനക്ക് വേണ്ടി സമയം കണ്ടെത്താൻ ഋഷിക്ക് സാധിക്കാത്തതും അതുകൊണ്ടാണ്. കുട്ടനെ അപായപ്പെടുത്താൻ ശ്രമിച്ച ആ ക്രിമിനൽസിന്റെ പിന്നാലെ അന്വേഷണം തകൃതിയായി നടക്കുന്നതുകൊണ്ട് ഋഷിയുടെ ഓഫീസ് ജോലികൾ പെൻഡിങ് ആവും. ആ പെൻഡിങ് വർക്ക്സ് ആണ് ഓഫീസ് കഴിഞ്ഞ നേരത്തെ ഋഷി ചെയ്യുന്നത്. അല്ലാതെ നിന്നോട് താല്പര്യമില്ലാത്തതുകൊണ്ടൊന്നുമല്ല. ഋഷിക്കും നിന്നോട് ആത്മാർത്ഥമായ സ്നേഹം തന്നെയുണ്ട്. ആ സ്നേഹത്തിന് ഒരു കുറവും ഇതുവരെ വന്നിട്ടില്ല, ഇനി അത് വരികയില്ല. അതുകൊണ്ട് ഋഷിയുടെ സിറ്റുവേഷൻ മനസ്സിലാക്കി ഗോപ ഋഷിയോട് പൊറുക്കണം. അവനോടുള്ള പിണക്കം മാറ്റണം. ചേച്ചിക്കും കുട്ടിനും വേണ്ടിയാ ഋഷി ഇപ്പൊ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു പരിഗണന ഗോപ ഋഷിക്ക് കൊടുക്കണം. കൊടുത്തേ പറ്റൂ. മോളെ, ഇത് ചേച്ചിയുടെ അപേക്ഷയാണ്. അയ്യോ, ചേച്ചി എന്നോട് അപേക്ഷിക്കോ? അതൊന്നും വേണ്ട. ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. ചേച്ചിയും ഋഷിയും ഒരു വലിയ ദൗത്യത്തിന്റെ പിന്നാലെയാണെന്ന് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. സോറി ചേച്ചി, ഇതൊന്നും അറിയാതെ ഞാൻ ഋഷിയെ വിഷമിപ്പിച്ചു. അത് തെറ്റായിപ്പോയി. സോറി പറയേണ്ടത് എന്നോടല്ല, ഋഷിയോടാ. സോറി ഋഷി, സോറി. ഒരു 100 വട്ടം സോറി. എന്നോട് ക്ഷമിക്കൂ. അല്ല, ഇവിടെ ഇപ്പൊ എന്ത് മറിമായ സംഭവിച്ചേ? ഒരു മറിമായവും സംഭവിച്ചിട്ടില്ല. രണ്ടുപേരും പരസ്പരം മാപ്പ് പറഞ്ഞ് നിങ്ങൾക്കിടയിലെ പിണക്കം മാറ്റിയെടുക്ക്. ഞങ്ങൾക്കിടയിൽ എന്ത് പിണക്കം അല്ലേ ഋഷി? അതെ. ആ, അപ്പൊ ഞാൻ പുറത്തായി. ശരി ശരി, നടക്കട്ടെ നടക്കട്ടെ. എന്താ എന്റെ അടുത്ത് പറയാതിരുന്നേ? അതൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞോളാം. നീ ഇപ്പം വാ. ഭദ്ര, നിങ്ങൾ വരുന്ന വിവരം ജയിൽ സൂപ്രണ്ട് പറഞ്ഞിരുന്നു. ഭദ്രൻ ചേട്ടാ, ചേട്ടന്റെ ജാമ്യത്തിന് വേണ്ടിയുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു കഴിഞ്ഞു. ചേട്ടന് ഉടൻ തന്നെ ജാമ്യം കിട്ടും. നിനക്ക് ഞങ്ങൾ ഈ ജാമ്യം തരപ്പെടുത്തി തരുന്നതിന് പിന്നിൽ ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്. നീ അത് ഞങ്ങൾക്ക് വേണ്ടി നടത്തി തരണം. അത് നടന്നാൽ അതിന്റെ ലാഭം ഞങ്ങൾക്ക് മാത്രമല്ല, നിനക്കും ഉണ്ട്. നിന്റെ കൂടെ എന്തിനും ഞങ്ങളുണ്ട്. എന്താ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരേണ്ടത്? എന്താ നിങ്ങളുടെ പ്ലാൻ? അത് പറ. പറയാം.
ജാമ്യത്തിൽ ഇറങ്ങിയാൽ ഉടൻ നിങ്ങൾ പറഞ്ഞ ഈ പ്ലാൻ നമുക്ക് നടപ്പിലാക്കാം. ആ, ഇത് എൻ്റെ ഒരു വാശി കൂടിയാ. ആ. എന്റെ ജീവിതം നശിപ്പിച്ച ദേവികയെ എന്ത് വില കൊടുത്തും ഞാനും നശിപ്പിക്കില്ല.